ഇന്ന് ബീഫ് വെച്ചിട്ടൊരു കബ്സ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരുംജീരകപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ ക്യൂബ്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു തക്കാളി, 2 ചെറിയ സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി പിടിപ്പിക്കാമേ. എന്നിട്ട് നമുക്ക് കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേവിച്ചെടുത്ത ബീഫിനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് സാധാരണ നമ്മുടെ ചെറിയ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത് വെച്ച അരിയെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ ബീഫിനെ പെട്ടെന്നൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം, എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ ചിക്കൻ ക്യൂബ്സ്, ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാമേ. നമുക്ക് ബീഫിന് വേവൊന്നുമില്ല, അതിനെ പെട്ടെന്ന് ഒരു വരട്ടിയ പരുവത്തിലാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ബിരിയാണി ചെമ്പിലോട്ട് തന്നെ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം നെയ്യേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അരി കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയെ അതിലോട്ടിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്നും 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പോളം അരി എടുത്ത കപ്പിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാനിതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് രമ്പ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് നേരത്തെ ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ചോറ് നല്ല രീതിയിൽ നല്ല പരുവത്തിന് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും സാധാരണ ചിക്കൻ വെച്ചിട്ടാണല്ലോ കബ്സയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം വലിയ റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് റൈസ് എടുത്തിരുന്നാലും നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചോറ് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.